ഒരാൾ ചോദിച്ച ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. അയാൾ എന്നോട് പറഞ്ഞു, അച്ഛാ, പാപം നമ്മളെ വേട്ടയാടുമോ? ഞാൻ പറഞ്ഞു, അനുതപിക്കാത്ത, തിരുത്താത്ത, കുമ്പസാരിക്കാത്ത പാപങ്ങൾ നമ്മിലുണ്ടെങ്കിൽ അവ നമ്മെ വേട്ടയാടും. അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? അയാൾ ചോദിച്ചു. വിദ്യാസമ്പന്നനാണ് അദ്ദേഹം, നന്നായിട്ട് ബൈബിളൊക്കെ വായിച്ചിട്ടുള്ള ആളാണ്. ബൈബിൾ പഠിച്ചിട്ടില്ല, പക്ഷെ വായിച്ചിട്ടുണ്ട്. ഒത്തിരി ധ്യാനങ്ങൾ കൂടിയ ആളാണ്. ഒരു 10-30 വർഷമായിട്ട് ധ്യാന മേഖലയിൽ പലതവണ ധ്യാനത്തിൽ കൂടുകയും കൺവെൻഷൻ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അതിനൊരു വചനമുണ്ടോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സംഖ്യ 32:23 വചനം. സംഖ്യ 32:23. പാപം നിങ്ങളെ വേട്ടയാടുമെന്ന് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കൺഫ്യൂഷനായല്ലോ. വളരെ വിദ്യാസമ്പന്നനാണ് ആള്, ഉയർന്ന പദവി വഹിച്ചിരുന്ന ആളാണ്. ദൈവത്തിന് പാപമൊക്കെ ഏൽപ്പിച്ചു കൊടുത്താൽ ആ പാപം ഇനി നമ്മളെ വേട്ടയാടില്ല എന്നല്ല നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് അച്ഛൻ പാപം വേട്ടയാടുമെന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞു, അനുതപിക്കാത്ത, തിരുത്താത്ത, ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കാത്ത പാപങ്ങൾ നമ്മിലുണ്ടോ? ആ പാപമാണ് വേട്ടയാടുന്നത്. ഇനി അനുതപിച്ച് തെറ്റ് തിരുത്തി കുമ്പസാരിച്ചാണോ? ആ പാപം നമ്മിലില്ല. ആ പാപം നമ്മിലില്ല. അതിനെക്കുറിച്ച് മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞുകൊള്ളാം. ആ പാപം ഇനി നമ്മിലില്ല. ഇനി ആ പാപത്തിൻ്റെ ദുരന്ത ഫലങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ, അത് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്താൽ ചിലതൊക്കെ മാറിപ്പോവുള്ളൂ. അന്യൻ്റെ വസ്തു മോഷ്ടിച്ചു, അല്ലെങ്കിൽ കള്ളസമ്പത്തുണ്ടാക്കി, പാപകരമായി ഉണ്ടാക്കിയ സമ്പത്ത് നമ്മുടെ കൈവശമിരിക്കുക, അനുദപിച്ച് കുമ്പസാരിച്ചുകൊണ്ട് മാത്രം പാപമോചനം കിട്ടില്ല. അതുകൊണ്ടാണ് സഖ്യവോസ് യേശുവിനെ വീട്ടിൽ സ്വീകരിച്ച് കഴിഞ്ഞതിന് ശേഷം വിരുന്നിനിടയിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കാം, വഞ്ചിച്ചെടുത്തതിന് 4 ഇരട്ടി തിരിച്ചു കൊടുക്കാം. അവൻ അധ്വാന ഫലമായി കിട്ടിയ സമ്പത്ത് അതിൻ്റെ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്ന അവൻ്റെ ഔദാര്യത്തിൽ നിന്നാണ്, മാനസാന്തര ഫലമായിരുന്നു. വഞ്ചിച്ചെടുത്തതിന് 4 ഇരട്ടി തിരിച്ചു കൊടുക്കുന്നത് ദൈവം നൽകിയ തിരുക്കൽപ്പന അതിനേക്കാളും വലിയ തോതിൽ അവൻ സ്വീകരിച്ചനുസരിക്കുന്നതിൻ്റെ ഫലമായിട്ടായിരുന്നു. അപ്പം ചുരുക്കി പറഞ്ഞാൽ, ആ സമ്പത്ത് തിരിച്ചു കൊടുക്കാതെ, വഞ്ചിച്ചെടുത്ത് തിരിച്ചു കൊടുക്കാതെ അവന് പാപമോചനം കിട്ടില്ല. അത് കഴിഞ്ഞപ്പോഴേ ഈശോ പറഞ്ഞത്, ഈ കുടുംബം രക്ഷ പ്രാപിച്ചെന്ന്. പ്രിയപ്പെട്ടവരെ, അനുദപിച്ച് തിരുത്തി ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചിട്ടുള്ള ഒരു പാപം ഇനി നമ്മളെ വേട്ടയാടില്ല. അതിനെക്കുറിച്ച് കുറേ വചനങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. അത് ഈ കൂട്ടത്തിൽ ഇപ്പം കൂട്ടിച്ചേർക്കുന്നില്ല. അപ്പോൾ പാപം വേട്ടയാടാതിരിക്കണമെങ്കിൽ പാപത്തെ ഉപേക്ഷിക്കണം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അനുദപിക്കണം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, തിരുത്തണം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, കുമ്പസാരിക്കണം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പാപത്തെ വെറുത്തുപേക്ഷിക്കണം. പരിശുദ്ധാത്മാവിൽ 7 ദാനങ്ങളിലൊന്ന് ജ്ഞാനം, ബുദ്ധി, ആലോചന, ആത്മശക്തി, അറിവ്, ദൈവഭക്തി, ദൈവഭയം എന്നീ 7 ദാനങ്ങളിൽ ദൈവഭയം എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തിൻ്റെ അർത്ഥം എന്തെന്നറിയോ? പാപത്തോടും പിശാചിനോടുള്ള വെറുപ്പിൽ നിന്നും ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്ന പുണ്യമാണ് ദൈവഭയം. കാട്ടുആനയെ കാണുമ്പോൾ ഉണ്ടാകുന്ന പേടി, പേപ്പട്ടിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന പേടി, വിഷപ്പാമ്പിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന പേടിയല്ല ഈ പേടി. ദൈവഭയം അത് മറ്റൊന്നാണ്. അത് നിഷേധാത്മകമായൊരു കാര്യമല്ല, ഒരു പോസിറ്റീവായിട്ടുള്ള രക്ഷാകരമായ ഒരു അവസ്ഥയാണ്. പാപത്തോടും പിശാചിനോടുള്ള വെറുപ്പ്, ഒന്നിനെ നമ്മൾ വെറുക്കാൻ പാടില്ല, ആരെയും വെറുക്കാൻ പാടില്ല എന്ന് ഈശോ പഠിപ്പിക്കുന്നു, ബൈബിൾ പഠിപ്പിക്കുന്നു. പക്ഷേ ഈശോ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, പാപത്തെയും പിശാചിനെ നമ്മൾ വെറുക്കണം. ബാക്കി എല്ലാറ്റിനെയും സ്നേഹിക്കാം, എല്ലാവരെയും സ്നേഹിക്കാം. പാപത്തെയും പിശാചിനെ വെറുക്കുന്നത് പോലെ പാപത്തിലൂടെ പിശാചിലൂടെ വരുന്ന സമ്മാനങ്ങളെയും വെറുത്തുപേക്ഷിക്കണം. അത് ഉച്ഛിഷ്ട വസ്തു എന്നതുപോലെ അതിനെ വെറുത്തുപേക്ഷിക്കണം. അതിനെ നമ്മുടെ കൂടെ വെക്കരുത്, അതിനെ താലോലിച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെ താലോലിച്ചുകൊണ്ടിരുന്നാൽ ഈ പിശാചിനോടുള്ള ബന്ധകാലത്ത് നമുക്കുണ്ടായ ബന്ധനം ഇപ്പോൾ വീണ്ടും തിരിച്ചു വരും. ഇനി പിശാചിനെയും പാപത്തെയും വെറുത്തുപേക്ഷിക്കുമ്പോൾ അത് സംഭവിക്കണമെങ്കിൽ, അതിൻ്റെ ദുരന്തഫലത്തിലേക്ക് വരാതിരിക്കണമെങ്കിൽ, അതിൻ്റെ ഫലമായി കോപാക്രാന്തരാകുന്ന പിശാച്
നമ്മളെ വീണ്ടും ഉപദ്രവിച്ച് നശിപ്പിക്കാതിരിക്കണമെങ്കിൽ ദൈവത്തോടുള്ള ഒരു സ്നേഹത്തിലേക്ക് നമ്മൾ വളരണം. ഒരു സുദൃഢമായ ദൈവിക ബന്ധത്തിലേക്ക് നമ്മൾ വളരണം. അതിനൊത്തിരി മാർഗങ്ങളുണ്ട്. വിശ്വാസത്തിൻ്റെ ജീവിതം, വിശുദ്ധ ജീവിതം, അതായത് പാപരഹിത ജീവിതം, സഭാത്മക ജീവിതം, കൗദാശിക ജീവിതം, വചനാധിഷ്ഠ ജീവിതം, ആത്മീയ ശുശ്രൂഷ ജീവിതം, അങ്ങനെ തുടങ്ങിയ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലൂടെ നമ്മൾ ദൈവ സ്നേഹത്തിലേക്ക് വരുമ്പോഴാണ് ഈ പിശാചിന് നമ്മുടെ മേൽ പിന്നെ അധികാരമോ സ്വാധീനിക്കാനായിട്ട് ഉള്ള അവകാശമില്ലാതെ വരുന്നത്. അവന് പിന്നെ ഉപദ്രവിച്ചാലും അത് നമ്മളെ ബാധിക്കില്ല. അവൻ്റെ ഉപദ്രവം ഇനിയും ഉണ്ടാകും. ഒപ്രഷൻ എന്ന് പറയുന്ന പൈശാചിക പീഡകൾ അവൻ ഇനിയും നടത്തിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ മരണം വരെ നമ്മൾ നേരിടേണ്ടി വരും. പക്ഷേ പാപത്തിൻ്റെ ഫലമായി നമ്മിലേക്ക് വന്ന ഈ പൈശാചികത നമ്മിൽ നീങ്ങിപ്പോകാൻ വേണ്ടി ദൈവത്തോടുള്ള സ്നേഹത്തിലേക്കും പിശാചിനോട് പാപത്തോടുള്ള വെറുപ്പിലേക്കും വരണം എന്ന് മാത്രമല്ല, നമ്മൾ അങ്ങനെ ഒരു ആത്മീയ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന കുറേ സഹനങ്ങളും നഷ്ടങ്ങളും കുറവുകളും ഉണ്ടാകും. അത് നമ്മുടെ അഭിഷേകത്തിൽ നമ്മൾ കൊടുക്കുന്ന വിലയാണ്. പ്രമുഖനായ വ്യക്തിയോട് ഞാൻ പറഞ്ഞു, പാപം നമ്മളെ വേട്ടയാടുമെന്ന് ചോദ്യോത്തരം പറഞ്ഞപ്പം പറഞ്ഞു, അനുദപിച്ച് കുമ്പസാരിച്ച പാപമാണ് ഇനിയില്ല. പക്ഷേ അത് അനുദപിച്ച് വെറുത്തുപേക്ഷിച്ചാൽ മാത്രം അത് വേട്ടയാടും. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിക്കാൻ കാരണമുണ്ട് അച്ഛാ. 30 വർഷം മുമ്പ് ഞാൻ ആദ്യമായിട്ട് ധ്യാനം കൂടിക്കഴിഞ്ഞതിന് ശേഷം അവിടെ വെച്ച് കൗൺസിലിംഗ് അവസരത്തിൽ എൻ്റെ അടുക്കലൊരു പാപം അവർ സൂചിപ്പിച്ചു. ഞാൻ അപ്പോഴാണ് തിരിച്ചറിഞ്ഞത് അത് ഞാൻ കുമ്പസാരിച്ചിട്ടില്ലോ എന്ന്. അതെന്താണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. കല്യാണം കഴിഞ്ഞ ഉടനെ കുഞ്ഞ് വേണ്ടാൻ തീരുമാനമെടുത്തിരുന്നു. പക്ഷേ കഴിഞ്ഞ ഉടനെ ഞങ്ങൾ രണ്ടുപേരും ജോലിക്കാരായിരുന്നതുകൊണ്ട് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ആ കുഞ്ഞിനെ ഗർഭചിത്രം വഴി വധിച്ചു. അതിനുശേഷം പിന്നെ ഞങ്ങൾ കുറേ കാലം കുഞ്ഞുണ്ടാകാൻ പിന്നെ കുഞ്ഞുങ്ങളുണ്ടായി. പക്ഷെ ഞാൻ എവിടെയൊക്കെ കൗൺസിലിങ്ങിന് ഒരു 10-20 തവണ പോയിട്ടുണ്ട്. അതിന് ശേഷം അവിടെ എല്ലാവരും ചോദിക്കുന്നത് ഇങ്ങനെ ഒരു പാപം ഉണ്ടായിട്ടുണ്ടോ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈശോ ആ പാപം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇവർക്കിത് വീണ്ടും വെളിപ്പെടുത്തി കൊടുക്കുന്നത്? അപ്പോൾ എനിക്കും ഒരു ചെറിയ കൺഫ്യൂഷൻ പെട്ടെന്ന് വന്നു. പെട്ടെന്ന് ഈശോ എനിക്ക് മറുപടി തന്നു. ഇയാൾ പാപമോചനം പ്രാപിച്ചെങ്കിലും ദൈവൈക്യത്തിലേക്ക് വന്നെങ്കിലും ഈ പാപത്തെക്കുറിച്ചുള്ള കുറ്റബോധത്തിൽ മോചനം പ്രാപിച്ചിട്ടില്ല. കുറ്റബോധം എന്ന് പറയുമ്പോൾ യെശയ്യാ 43:18-19 ഓർക്കണം. കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാൻ പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്ന നീ അറിയുന്നില്ലേ? വിജനദേശത്ത് പാതകളും മരുഭൂമിയിൽ ജലാശയങ്ങളും ഞാൻ ഉണ്ടാക്കുന്നു. അയാൾ കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നു, പരിഗണിക്കുന്നു എന്ന് പറയണമെങ്കിൽ എന്താണത്? കുറ്റബോധം. ദൈവം പാപം ക്ഷമിച്ചു കഴിഞ്ഞാൽ പാപബോധം, അനുതാപം അതുള്ള ഒരു വ്യക്തിക്ക് പാപബോധന കിട്ടിക്കഴിഞ്ഞാൽ ഇനി ആ പാപം അയാളുടെ കൂടെ ഇല്ല. അടുത്ത ക്ലാസ് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാം. ഇനി പാപം അയാളുടെ കൂടെ ഇല്ല. ഇപ്പോൾ ഈ കുറ്റബോധം ആരാ കൊണ്ടുവരുന്നത്? ഈ പാപം പെറുക്കിക്കൊണ്ട് നടക്കുന്ന, നമ്മെ ഓർമ്മപ്പെടുത്തുന്ന, കുറ്റബോധം കുത്തിവെക്കുന്ന പിശാച്. അതാണ് ഇയാൾ പാപം തന്നെ വേട്ടയാടുകയാണ്. അന്നത്തെ പാപത്തിൻ്റെ ഫലം എൻ്റെ കുടുംബത്തിൽ നിന്ന് പോയിട്ടില്ല, അതുകൊണ്ടാണ് എൻ്റെ ഇളയ മകളുടെ കല്യാണം നടക്കാത്ത തുടങ്ങിയ ചിന്തകളിലാണ് അയാൾ കഴിയുന്നത്. സത്യവുമായിട്ട് ബന്ധമില്ലാതിന്. ഇളയ കൊച്ചൻ്റെ വിവാഹം നടക്കാത്തതിൻ്റെ കാരണം അയാൾ പണ്ട് ചെയ്ത പാപം അല്ലായിരുന്നു. ആ പാപകാലത്ത് ഉണ്ടായ ചില ദുരന്തങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ അദ്ദേഹം പ്രാർത്ഥിച്ച് പരിഹരിച്ചെടുത്തതാണ്. ഈശോ ക്ഷമിച്ചു കഴിഞ്ഞതാണ്. കുറ്റബോധമാണ് ഇപ്പോൾ അയാളെ ഉപദ്രവിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇനി പാപത്തിൻ്റെ ഓർമ്മ വരുമ്പോൾ എന്ത് ചെയ്യണം? ഈശോയ്ക്ക് നന്ദി സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ അയാൾ ആ നിമിഷം മുതൽ അങ്ങനെ നന്ദി സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അടുത്ത തവണ വീണ്ടും കുളത്തുവയൽ ധ്യാനിക്കാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ പണ്ട് കൗൺസിലിംഗ് നടത്തി ഈ കാര്യം ചോദിച്ച സിസ്റ്റർ എടുക്കലാണ് ചെന്നത്. മനഃപൂർവ്വം ചെന്നതാണ്. ഇക്കാര്യങ്ങൾ സിസ്റ്റർ മിണ്ടിയില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ പണ്ട് ഇവിടെ വന്നപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഞാൻ അത് കഴിയുമ്പോൾ ഒരു കൊച്ചുമാസം എടുത്ത് പോയി പറഞ്ഞപ്പോൾ അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു. ഇത്തവണ സിസ്റ്റർ എന്നോട് ചോദിച്ചല്ലോ. അപ്പം പറഞ്ഞു, എനിക്ക് ഈശോ പറഞ്ഞു തരുന്ന പാപം, വെളിപ്പെടുത്തുന്ന പാപം എനിക്ക് ചോദിക്കാൻ പറ്റൂ. അങ്ങനെ ഒരു പാപം നിങ്ങളിൽ ഇനിയില്ല. നിങ്ങളിൽ ആ പാപം ഉണ്ടായിരുന്നില്ല, പക്ഷെ കുറ്റബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ കുറ്റബോധം മാറാൻ വേണ്ടിയാണ് കർത്താവ് വെളിപ്പെടുത്തി തന്നതെന്ന് പറഞ്ഞു. അപ്പം പ്രിയപ്പെട്ടവരെ, നമ്മൾ കുമ്പസാരിച്ച് കഴിഞ്ഞിട്ട് ആ പാപത്തിന് മേഖലയിലുള്ള
തെറ്റുതിരുത്തുള്ള കാര്യങ്ങൾ തിരുത്തി കഴിഞ്ഞിട്ട് ദൈവൈക്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പാപം ഇനി നമ്മളെ വേട്ടയാടില്ല. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കർത്താവെ, പാപം ഇനി ഒരിക്കലും എന്നെ വേട്ടയാടാത്ത വിധം അങ്ങയുടെ ദിവ്യ സ്നേഹ നിറവിലേക്ക്, ആ ആലിംഗനത്തിലേക്ക് എന്നെ നയിക്കണമേ. പാപത്തിൻ്റെ ഓർമ്മ പോലും എന്നെ എടുത്ത് കളയണമേ. അതിലേക്കുള്ള ആകർഷണമോ അതിൻ്റെ സുഖത്തെക്കുറിച്ചുള്ള ചിന്തകളിലും വരാതിരിക്കട്ടെ. പരിശുദ്ധമ്മയെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.